ഹലോ, വെൽക്കം ബാക്ക് ടു നീഡ്ലിയോ ഡിസൈൻസ്. നമുക്ക് കുറഞ്ഞ ചിലവിൽ അടിപൊളി പാർട്ടി വെയർ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ഇത് കസ്റ്റമർ നേരിട്ട് കൊണ്ട് തന്നെയാണ് മെറ്റീരിയൽ കൊണ്ടു തന്നത്. നല്ല ഡാർക്ക് വൈലറ്റ് കളറാണ്. ഇതിൻ്റെ ഫ്രണ്ട് പീസാണ് വർക്ക് പീസ് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് പീസും കൈയും മാത്രമാണ് വർക്ക് പീസ് കൊടുക്കുന്നത്. ബാക്കി പാൻറ്റും ടോപ്പിൻ്റെ ബാക്ക് പീസും ഷോളും കൂടെ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. അതേ മെറ്റീരിയൽ തന്നെ പ്ലെയിൻ ആയിട്ടുള്ളൊരു പീസാണ് അവർ കൊടുത്തത്. അതേപോലെ ഇക്വൽ ലേസാണ് ഷോളുമ്മലും അതേപോലെ ടോപ്പിൻ്റെ കയ്യിലും ഫ്രണ്ടിലും വെക്കണം. ഇതാണ് അതിലേക്കുള്ള ലൈനിങ് കൊണ്ടു വന്നിട്ടുള്ളത്. ഇത് ഓപ്പണിൽ ചുരിദാർ അടിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് പീസാണ്, അത് ടോപ്പിൻ്റെ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കട്ടിങ് വീഡിയോസൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എടുത്തിട്ടില്ല. ഇത് സ്ലീവിനും ഫ്രണ്ട് പീസും മാത്രമേ ഈ ഒരു പീസുള്ളൂ. ഇതിന് മീറ്ററിന് വരുന്നത് 350 രൂപയാണ്. ഏകദേശം 1.25 മീറ്ററാണ് അവർ ഫ്രണ്ട് പീസും സ്ലീവിനും വേണ്ടിയിട്ട് എടുത്തു തന്നിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 45 ഇഞ്ചാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. സ്ലീവ് ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 1.25 മീറ്ററിൽ തന്നെ ഇത് ഈ ഒരു ഫ്രണ്ട് പാർട്ടിക്ക് ഇത്ര തന്നെ അളവിലും ക്ലോത്ത് എടുത്താൽ മതി. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ട് വരുന്നത് പ്ലെയിൻ ആണ്. ഇതേപോലെ 1.25 മീറ്ററാണ് അതിനെടുത്തിട്ടുള്ളത്. ശരിക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ അതിലും കുറച്ച് മതി. ഹൈറ്റുള്ള ആൾക്കാർക്കാണെങ്കിൽ 1.25 മീറ്ററൊക്കെ നമുക്ക് ഏകദേശം ചെയ്യാനുള്ള ഉണ്ടാവും കേട്ടോ. ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത്. പാൻറ്റും ബാക്ക് പാർട്ടും ഷോളും ഒരേ മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ അവർ സെപ്പറേറ്റാണ് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്തെടുത്ത വർക്കാണ്. അപ്പോൾ തലേന്ന് വിളിച്ചിട്ടാണ് കസ്റ്റമർ പറഞ്ഞത്. കസ്റ്റമർ എൻ്റെ കസിൻ തന്നെയാണ്. അവൾക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്ത് ചോദിച്ചു. ആയിക്കോട്ടെ നീ കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തൊട്ട് ഒരു 10 മണിക്ക് ശേഷമാണ് ഞാനിത് ഇതിൻ്റെ പരിപാടിക്ക് ഇരിക്കണത് തന്നെ. വൈകുന്നേരം 4-5 മണിയാകുമ്പോഴത്തേന് അവൾക്കിത് കൊടുക്കും വേണം. പിറ്റേ ദിവസമാണ് അവർക്ക് പരിപാടി. അപ്പോൾ തലേ ദിവസം തന്നെ തരണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വീട്ടിലെ പണിയും സ്റ്റിച്ചിങ്ങും രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നുള്ള വർക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ മറ്റു പണിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിമക്കായിട്ട് കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് തന്നെ നമുക്കതൊരു കഷ്ടപ്പാടിൽ തോന്നാറില്ല. ഇതിന് അവർ അടുത്ത് ഹാഫ് കോളറാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത് കേട്ടോ. നമുക്ക് ഏതൊരു ജോലിയും വേണമെന്നുണ്ട് മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ തോന്നും. എന്നാൽ അതൊരു താല്പര്യമില്ലാതെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അത് നാളെ എഴുതിയാണ്ട് നമ്മളിതങ്ങനെ മാറ്റി വെക്കുകയും ചെയ്യും. എനിക്ക് പൊതുവെയുള്ള സ്വഭാവമാണ്. കസ്റ്റമർ ഇതേപോലെ തന്നെ പെട്ടെന്ന് തരുമെന്ന് ചോദിച്ചാൽ ഞാനത് പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കും. നിങ്ങളെ സൗകര്യം പോലെ ചെയ്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതേപോലത്തെ അനുഭവം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ നല്ലൊരു പാർട്ടി വെയർ ചുരിദാർ വാങ്ങിക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വില കൊടുക്കണം. ഇതേപോലെ നമുക്ക് മുന്നിക്ക് ഇതേപോലെ കുറച്ച് ഹെവി വർക്കുള്ളതും ബാക്ക് പീസും പാൻറ്റൊക്കെ പ്ലെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്കിത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടി വെയർ ചെയ്തെടുക്കാം. ഇതേപോലെ സ്ലീവിലും ഷോളിൻ്റെ പക്കത്തൊക്കെ നല്ല ലേസൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം. സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് അറിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ ഇത്രയും നമുക്ക് പൈസ വരില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സ്ലീവിലും അതേപോലെ ചുരിദാറിൻ്റെ എൻഡിങ്ങിലും അടിയിലുമാണ് ഞാൻ ഇതേപോലെ ഈ ഒരു ലേസ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഷാളിൻ്റെ 4 വശത്തും ഇതേപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് ഒരുപാട് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാനും ഏത് മോഡലാണ് വേണ്ടതുപോലെ നമുക്ക് ചെയ്തെടുക്കാനും ഇപ്പോൾ പറ്റും ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ ചുരിദാറിൻ്റെ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനൊന്ന് മറക്കരുത്. അപ്പോൾ ഇതാണ് കസ്റ്റമറുടെ ഫോട്ടോസും കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.